ഹംദാനെ ഹംദാനെ ഏടെ നോക്കുന്നേ? ഉപ്പ ഇടുണ്ട് മോനെ. ഉപ്പ ഇടുണ്ട്. എന്റെ മോനിക്ക് മദ്രസയിൽ പോണ്ടേ, സ്കൂളൊക്കെ പോണ്ടേ നമുക്ക്. ഉപ്പ ഇടുണ്ട് കേട്ടാ. എന്റെ മോനിക്ക് എല്ലായിടത്തും പോവാ കേട്ടാ. ഇപ്പൊ നോക്കുവേ, എന്റെ മോനെ നല്ലോണം നോക്കും കേട്ടോ. ഇപ്പൊ ഉള്ള കാലത്തോളം മോൻ നോക്കൂ, പേടിക്കണ്ട. നീ എത്രയും മിണ്ടിയിട്ട് ഉപ്പാന്ന് പറഞ്ഞിട്ട് എന്നാ മിണ്ടാത്ത? എൻ്റെ മോനൊന്നും മിണ്ടാത്ത? നമുക്ക് എവിടെയെല്ലാം പോണ്ടേ? ബീച്ചിലെല്ലാം പോണ്ടേ? അൽഫാം തിന്നണ്ടേ? കുബൂസെല്ലാം തിന്നണ്ടേ? എൻ്റെ മരിക്ക് മോനെ നോക്കിയേ. എൻ്റെ മോന് കിടക്കുന്ന കിടപ്പാട്ടോ നിങ്ങൾ. 5 വർഷമായി ഇവനിങ്ങനെ രോഗത്തിലായിട്ട്. നിങ്ങളെല്ലാവരും എൻ്റെ മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണം. ഇതുവരെ ആരോടും കൈ നീട്ടിയില്ല. 5 വർഷമായിട്ട് ചികിത്സിക്കുന്നു. എൻ്റെ എല്ലാം വിറ്റുപൊറുക്കിയിട്ടാണ് ഞാൻ ഇവരെ നോക്കുന്നത്. എൻ്റെ പൊന്നു പോലത്തെ പോലെ അവനെ ഇങ്ങനെ രക്ഷപ്പെടുത്തണം. നാല് വർഷം മുമ്പ് ഇതുപോലൊരു ദിവസം പെട്ടെന്ന് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ പൊന്നുമോന്റെ ദയനീയ കാഴ്ചയാണ് കണ്ണൂർ ജില്ലയിലെ കൊയ്യോട് എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന 8 വയസ്സുകാരനായ ഹംദാൻ എന്ന പൊന്നുമോന്റെ ദയനീയ കാഴ്ചയാണ്. വളരെ എമർജൻസിയാണ്. എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. അവതരിപ്പിക്കേണ്ടതെന്ന് പോലും അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ. 8 വയസ്സുകാരനായ ഈ പൊന്നുമോന്റെ ഈ ദയനീയ കാഴ്ച കണ്ടോ? ആ പൊന്നുമോന്റെ നോട്ടം കണ്ടോ പ്രിയപ്പെട്ടവരെ? തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ആ പൊന്നുമോന് നിറകണ്ണുകളോടെ ആ പാപ്പ ഇങ്ങനെ വിളിക്കുന്നത് പോലെ ആ പൊന്നുമോൻ എന്തോ പറയുന്നു. വല്ലാത്തൊരു ദയനീയ കാഴ്ചയാണ്. വർഷങ്ങളായി ഈ പിതാവ് തന്റെ പൊന്നുമോനെ നെഞ്ചോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പൊന്നുമോൻക്ക് വേണ്ടി തന്റെ സർവ്വസമ്പാദ്യം, ഇവിടെ കണ്ടോ, ഒരുപാട് ലക്ഷ്യങ്ങളാണ് തനിക്കുണ്ടായിരുന്ന സർവ്വതും വിറ്റിട്ട് ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പിതാവ് അനുഭവിക്കുന്ന വേദന നിങ്ങൾ ആരും കാണാതെ പോകരുത്. സത്യത്തിൽ ഈ പൊന്നുമോന്റെ മുമ്പിൽ വെച്ച് അവതരിപ്പിക്കാനോ പറയാനോ എന്നെ കൊണ്ട് സാധിക്കില്ല. അത്രത്തോളം ഈ പൊന്നുമോൻ അനുഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ പൊന്നുമോന്റെ പഴയ അവസ്ഥകളും അത് ഈ പിതാവ് എനിക്ക് കാണിച്ചു തന്നപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. വർഷങ്ങളായി ഈ പൊന്നുമോന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ദയനീയ കാഴ്ചയാണ്. സത്യത്തിൽ പറയാൻ പറ്റുന്നില്ല. അത്രത്തോളം സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഈ പൊന്നുമോനെ നിങ്ങൾ എല്ലാവരും ചേർത്ത് പിടിക്കണം. ഈ പിതാവിന്റെ അവസ്ഥയുണ്ടല്ലോ, വല്ലാത്തൊരു അവസ്ഥ. നൽകും. വിഷമിക്കല്ല കേട്ടോ, ഒന്നും പ്രയാസപ്പെടണ്ട. അള്ളാഹു പെട്ടെന്ന് ആജിലായ ശിഫ തരും. എല്ലാരും ഒന്ന് ചേർത്ത് പിടിക്കണം. കാരണം എന്തറിയോ, ഈ പിതാവിന്റെ വേദന ശരിക്കും എനിക്കറിയാം. 4.5 വർഷമായി ഈ പിതാവ് അനുഭവിക്കുന്നത്. പോകാത്ത ഇടങ്ങളില്ല. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഈ പൊന്നുമോനുമായിട്ട് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഈ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയാണ്, കുട്ടി ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി വലിയ പോരാട്ടം നടത്താണ്. അതിന് കാരണം ഡോക്ടർ പറഞ്ഞത് ഈ പിതാവാണ്. അത്രയും കെയറിങ്ങോടെ പൊന്നുമോനെ സ്നേഹിച്ചിട്ട് പൊന്നുമോനെ അത്രക്കും നല്ല രീതിയിലാണ് നോക്കുന്നത്. അത് ഡോക്ടർ പറഞ്ഞപ്പോ സ്നേഹത്തിനും കെയറിങ്ങിലാണ് കുട്ടിയെ നോക്കുന്നത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെ പറയല്ലോ ഒരു രോഗിയുടെ മുമ്പിൽ വെച്ചിട്ട്. പ്രിയപ്പെട്ടവരെ, ഭീമമായ സംഖ്യയാണ് വേണ്ടത്. നിങ്ങളെല്ലാവരും സഹായിക്കും. ഇവിടെ നിന്ന് എനിക്ക് അവതരിപ്പിക്കാൻ പോലും സാധിക്കാത്തൊരു അവസ്ഥയാണ്. ഒരു നാടും നാട്ടുകാരും കമ്മിറ്റി ഭാരവാഹികളൊക്കെ പുറത്തു നിൽക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ച് സംസാരിക്കും. ഞാൻ ഇസുദ്ദീൻ നിസാമി പുതുവാച്ചേരി, കോയ്യോട് മഹല്ലിലെ വർഷങ്ങളോളമായി സേവനം ചെയ്യുന്ന സ്വദർ മുഅല്ലിം കൂടിയാണ്. കോയ്യോട് മഹല്ലിലെ നമ്മുടെ മുസമ്മിൽ എന്ന സഹോദരന്റെ മകൻ ഹംദാൻ എന്ന കുട്ടി ഇന്ന് മദ്രസയിലും സ്കൂളിലൊക്കെ വരേണ്ട കുട്ടിയാണ്. പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഹംദാൻ മദ്രസയിൽ വന്നിരുന്നെങ്കിലെന്ന്. ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം വളരെ സന്തോഷപൂർണമായ രീതിയിൽ, ആരോഗ്യപരമായ രീതിയിൽ ജീവിച്ച കുട്ടി പെട്ടെന്നാണ് അനാരോഗ്യമായ അവസ്ഥയിലേക്ക് മാറിയത്. ഇന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച്
നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആ പിതാവ് ഒരു വലിയ പോരാട്ടമാണ് നടത്തുന്നത്. തൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാം മറന്ന് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 60 ലക്ഷം രൂപയോളം അദ്ദേഹം ചെലവാക്കി കഴിഞ്ഞു. ഒരു കൈസഹായം നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് അദ്ദേഹം വന്നിട്ടില്ല. ഇന്ന് ഒരു ഗതിയുമില്ലാത്തത് കൊണ്ടാകണം ഇതുപോലൊരു വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന, നമ്മളെ കേൾക്കുന്ന, കോഴിയോടിനെ അറിയുന്ന, നാടിനെ അറിയുന്ന മുഴുവൻ ആളുകളും നിങ്ങളോട് ഹൃദയപൂർവ്വം ഒരു വലിയ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. സഹായിക്കുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ ബഷീർ മാഷ്, കോഴിയോട് മഹല്ല് ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഞാനുള്ളത് ജാബിർ ഉസ്താദിൻ്റെ കൂടെയാണ്. നമ്മുടെ കോഴിയോട് മഹല്ലിൽ തൈലക്കണ്ടി കുന്നുംപുറം താമസിക്കുന്ന നമ്മുടെ മുസമ്മിൽ എന്നവരുടെ മകൻ ഹംദാൻ ഇപ്പോൾ 5-8 വർഷത്തോളമായി സ്ഥിരമായ രീതിയിൽ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ചികിത്സയിൽ. ഇപ്പോൾ ശയ്യാലംബമായി കിടക്കുകയാണ്. ഞാൻ ഈ പറയുന്ന സമയത്ത് ബേബിയിൽ ICUവിലാണ് ഉള്ളത്. ആ കുട്ടിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ നാട്ടിൽ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അതിൻ്റെ അപ്പുറമാണ് ഈ അസുഖത്തിൻ്റെയും ഈ ചികിത്സയുടെയും ഒരു സംവിധാനമുള്ളത്. ഏതു സമയത്തും എമർജൻസിയായി ഹോസ്പിറ്റലിൽ എത്തേണ്ട ഒരവസ്ഥ. ആ ബന്ധപ്പെട്ട ഉപ്പാക്കടക്കം മുസമ്മിനടക്കം ഒരു ജോലിക്കും കൃത്യമായ രീതിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ പിതാവിന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത്. ഈ കണ്ടോ, ഈ കയ്യിലുള്ള ഫയലുകളൊക്കെ കണ്ടോ? ആ പൊന്നുമോനക്ക് വേണ്ടി ഒരാളുടെ മുമ്പിലും ഇന്നേവരെ കൈ നീട്ടാതെ അവസാനം നിവൃത്തികേട് കൊണ്ട്, ഗതികേട് കൊണ്ടെന്ന് പറയാം, ഇപ്പൊ ആ പൊന്നുമോനക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നത് ഒരു നാട് മുഴുവനും സാക്ഷിയാണ്. എല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. കണ്ണൂർ ജില്ലയിലെ ചാല കൊയ്യോട് എന്ന് പറയുന്ന പ്രദേശത്തുള്ള മുസമ്മിൽ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ടവൻ, ആ പ്രിയപ്പെട്ട പൊന്നുമോനായ ഹംദാന്റെ പേരിലുള്ള അക്കൗണ്ടും ഗൂഗിൾ പേ ഒക്കെ വെക്കുന്നുണ്ട്. ഗൂഗിൾ പേ എന്ന് പറയുന്നത് 20 ആളുകൾ പണം അയക്കുമ്പോൾ ബ്ലോക്ക് ആകുന്ന ഒരു സംവിധാനമാണ് ഇത്രയും ചാരിറ്റി വീഡിയോകൾ. അതുകൊണ്ട് പരമാവധി ആ സ്കാനർ വഴി നിങ്ങൾ പരമാവധി സഹായങ്ങൾ എത്തിച്ച്, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നേരിട്ട് ഈ പിതാവിൻ്റെ നമ്പർ നമ്മൾ വെക്കുന്നുണ്ട്. വിളിച്ചന്വേഷിച്ച് നേരിട്ട് വന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്വേഷണമൊക്കെ നടത്താം. അത്രത്തോളം ദയനീയ അവസ്ഥയാണ്. എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കർണാടകയിലുള്ള, കേരളത്തിലുള്ള ഏതൊക്കെ ജില്ലകളിൽ നിന്ന് ഈ വീഡിയോ കാണുന്നുണ്ടോ നിങ്ങളെല്ലാവരും പരമാവധി ഷെയർ ചെയ്യണം. ആ പൊന്നുമോൻ്റെ മുമ്പിൽ വെച്ച് ഹോസ്പിറ്റലിൽ ഒരു അവതരിപ്പിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല. കാരണം ആ പൊന്നുമോൻ്റെ അവസ്ഥ, ആ പൊന്നുമോൻ ഇങ്ങനെ നോക്കുകയാണ്. ആ അവസ്ഥ കണ്ടപ്പോൾ അവിടെ നിന്ന് ICUവിൽ ഞങ്ങൾക്ക് പരിമിതി ഉള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഒരു നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എല്ലാവരും ഏറ്റെടുക്കണം, പരമാവധി ഷെയർ ചെയ്യണം, ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.